ഫിസിക്കലി ഡാമേജ് ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, പക്ഷേങ്കിൽ എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി മെൻ്റൽ പ്രഷർ ഉണ്ടായിരുന്നു. ഞാനൊരു മാൻലി ഗെയിം എന്നുള്ള ലെവലിലാണ് ഞാൻ അതിനെ ഡീൽ ചെയ്തത്. ഓക്കെ, സോ അതർവൈസ് ഒരു ഫാമിലി ഗെയിം എന്നുള്ള ലെവലിൽ മീൻസ് ഞാൻ അവൻ്റെ വീട്ടിൽ പോയി അവരുടെ പോയി മാപ്പ് പറഞ്ഞു, അങ്ങനെ അവരുടെ മാപ്പ്. ഇത് മറ്റേ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ അഭിപ്രായം കൃത്യമായിട്ട് അറിയാമല്ലോ. മുഹമ്മദ് അസീർ റോക്കി എന്നുള്ളത് പുള്ളി സ്വന്തമായിട്ടുള്ള പേരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളി പല കാര്യങ്ങൾ പറയുമ്പോഴും പഠിച്ച് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 10 തരത്തിലുള്ള ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് ഈ അച്ചം 80 അങ്ങനെ എന്തൊരു സാധനം. അപ്പൊ അങ്ങനെയുള്ള ഡയലോഗ്സ് ഈ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നിന്നെ തുരത്തി അടിക്കും. ഞാൻ പറഞ്ഞു ഇത് സാബു ചേട്ടൻ ഫസ്റ്റ് സീസണിൽ പറഞ്ഞ ഡയലോഗാണ്. പിന്നെ അതേ മൊമെന്റ് തന്നെ പിന്നീട് അപ്സരയോട് പറയുകയുണ്ടായി, റോക്കി നിൽക്കുന്നിടത്താണ് കൂട്ടം. ഞാൻ പറഞ്ഞു ഇത് സീസൺ 5 അഖിൽ മാരാതെ പറഞ്ഞ ഡയലോഗാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം. അതിയായിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ട്. കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. തീരുമാനമായിരുന്നു തിരിച്ച് രണ്ടാമത് കയറി വരാം എന്നുള്ളത്. എന്റെ വാശിയായിരുന്നു എനിക്ക് തിരിച്ചു വരണം എന്നുള്ളത്. അതെന്തോ എനിക്ക് തോന്നി തിരിച്ചു വരണം തോന്നി. അങ്ങനെ ഞാനായിട്ട് തന്നെയാണ് വരണം എന്ന് ആഗ്രഹിച്ചതും വാശി പിടിച്ചതും. ജീവിതത്തിലെ പ്രണയത്തിനെ പറ്റിയാണ്. പ്രണയിനെ നമ്മൾ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടിരിക്കുന്നത്. സായി എനിക്കൊന്നൊരു പണിയാണ്. അതെ. ഇനി ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷനായി ടെൻഷൻ അടിക്കേണ്ട. SMET, ദ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ യുവർ എഡ്യൂക്കേഷണൽ എൻക്വയറീസ്. നമസ്കാരം. ഓക്കെ, ഹെൽത്ത് എങ്ങനെയുണ്ട്? അതാണ് നമുക്ക് അറിയേണ്ടത്. ഹെൽത്ത് ഇപ്പോൾ കുഴപ്പമില്ലടാ. ഇപ്പോൾ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. അവിടുത്തെ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്തിന്റെ ഞാൻ പറഞ്ഞു, എൻ്റെ സോഷ്യൽ മീഡിയ ചാനൽ വഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഗസ്റ്റ് 5-ാം തീയതി എൻ്റെ പ്ലേറ്റ് റിമൂവ് ചെയ്യും. അപ്പോൾ ആ സമയം വരെ എനിക്ക് കുറച്ചുകൂടെയൊക്കെ ലിമിറ്റേഷൻസ് ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതർവൈസ് ഇപ്പോൾ വലിയ പ്രോബ്ലംസ് ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ സുഖമായിട്ട് പോകുന്നു. അതെ, നമുക്ക് സീരിയസ് ആയിട്ടുള്ള സംസാരത്തിലേക്കാണ് ഇനി പോകേണ്ടത്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ ജേർണിയിൽ 2 പാട്ടാണ് സിജോ ചേട്ടനുള്ളത്. ആദ്യത്തെ ഒരു പാട്ടും അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വരുന്നു, പിന്നെ ഒരു സെക്കൻഡ് പാട്ട്. നമുക്ക് ആദ്യത്തെ പാട്ടിനെ ഒരു തീയായിട്ട് കണക്കാക്കാം അല്ലേ? അങ്ങനൊന്നും ഇല്ല. ഞാനിപ്പോൾ നമ്മളവിടെ തീപ്പൊരി കാട്ടുതീ എന്നൊക്കെ പറയുന്നത്, അതൊരിക്കലും ഒരിക്കലും ഒരു പ്രിപ്പയർഡ് സ്പീച്ചിൻ്റെ ആളല്ല. എൻ്റെ കൂടുതൽ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഞാൻ 3 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഫോൺ ഓണാക്കി വെക്കുക, ക്യാമറ ഓണാക്കി വെക്കുക, ഒരു വിഷയത്തെപ്പറ്റി ഞാൻ അപ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുക. അപ്പോൾ ഞാൻ ഹൗസിൽ എത്തുന്ന സമയത്തും ഞാനിപ്പോൾ ഈ തീപ്പൊരി എന്നോ കാട്ടുതീ എന്നൊക്കെ പറയുമ്പോഴും അതൊരിക്കലും പ്രിപ്പയർഡ് സ്പീച്ച് അല്ല. ഞാനിപ്പോൾ തലേദിവസം ഇരുന്ന് പഠിച്ചിട്ട് അങ്ങനെ ഞാൻ പറയുന്ന ആളല്ല. ആ മൊമെന്റിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ സംസാരിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേയ്സിൽ വന്ന സമയത്ത് എനിക്ക് ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല. രണ്ടാമത് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഗെയിം ഡൺ. അവിടെ ഒരു 50 ദിവസമായി. ഗെയിം ഓൾമോസ്റ്റ് എന്താ പറയണ്ടേ, ആൾക്കാർക്കിടയിലേക്ക് കയറി ചെന്നിട്ടുണ്ട്. അപ്പോഴാണ് രണ്ടാമത് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് വെച്ചിട്ട് എന്നോട് ആരും സെന്റിമെന്റൽ ആയിട്ടുള്ള ഗെയിം അപ്രോച്ച് വേണ്ട, എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റട്ടെ, ഗെയിം കളിക്കട്ടെ എന്നുള്ളതായിരുന്നു ഞാനപ്പോൾ ചിന്തിച്ച് വെച്ചിരുന്നത്. അങ്ങനെ എൻ്റെ വായിന്ന് വന്ന ഒരു വാചകമാണ് കാട്ടുതീ. ഞാൻ എന്തായാലും തൽക്കാലം അതിൽ തന്നെ പിടിച്ചു പോവാന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ പാട്ട് ഒരു തീയായിട്ടും രണ്ടാമത്തെ ഒരു കാട്ടുതീയായിട്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ആദ്യത്തെ പാട്ടില് കയറി ചെല്ലുമ്പോൾ എല്ലാരെയും പോലും കയറി ചെന്നാണ് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട്. എങ്ങനെയായിരുന്നു ആദ്യത്തെ ആ ഒരു ഗെയിമിനെ കണ്ടുകൊണ്ടിരുന്നത്? എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും ഉള്ളത്. ഓൾമോസ്റ്റ് 19 പേരാണ് നമ്മൾ ചെല്ലുന്നത്. അതിൽ എനിക്കൊരു 10-16 പേരെയും അറിയാവുന്ന പറയുമ്പോൾ പേഴ്സണലിയുള്ള പരിചയമല്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ള, നമ്മൾ റെസ്പെക്റ്റോട് കൂടി തന്നെ കാണുന്ന, അങ്ങനെ നല്ലൊരു ഇമേജ് ഉള്ള ഒരുപാട് ആൾക്കാർക്കിടയിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അവർക്കിടയിൽ നിന്ന് ഗെയിം കളിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ആ ടാസ്ക്കാണ് ഞാൻ ഏറ്റവും ആദ്യം തന്നെ ആസ്വദിച്ച് ചെയ്തു പോയത്. അപ്പോൾ ഡേ 1 തൊട്ട് തന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ഗെയിം അവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് അങ്ങനെ നടന്നു കിട്ടുകയും ചെയ്തു. നമുക്ക് പറ്റുന്ന രീതിയിൽ ഗെയിം കളിക്കാനായിട്ട് പറ്റി. അപ്പോൾ ആദ്യത്തെ ഞാൻ ഉണ്ടായിരുന്നത് 16 ദിവസം എനിക്ക് ഇഷ്ടപ്രകാരം ഗെയിം കളിക്കാമായിരുന്നു. എനിക്ക് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ്സ് ഇല്ല. ജനങ്ങളോടുണ്ട്, ഹൗസ് മേറ്റ്സിനോട് എനിക്കില്ല. സൗഹൃദങ്ങളുണ്ട്, ആ സൗഹൃദങ്ങളെ മാനിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും തന്നെ എന്നെ പിടിച്ചു വെക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. 45-ാമത്തെ ദിവസമാണ് ഞാൻ പിന്നീട് വരുന്നത്. 28 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് ഞാൻ ചെല്ലുമ്പോഴത്തേക്കുമാണ് പിന്നീട് എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് എനിക്ക് അപ്പോഴും അറിയില്ല. അതായത് ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, ഞാനപ്പോൾ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കംപ്ലീറ്റ്ലി ഞാൻ കാണുന്നില്ല. അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു രണ്ടാമത് എനിക്ക് ഹൗസിലേക്ക് കയറണം എന്നുള്ളത്. അപ്പോൾ അവരാണ് പറഞ്ഞത്, സിജോ വെയിറ്റ് ചെയ്യും, നമുക്ക് ഇതിലൂടെ ഓക്കെ ആയിട്ട് കയറാം എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഹൗസിനിടയിൽ എൻ്റെ വായിലിട്ട ഇതാണ് പ്ലേറ്റ് ഇവിടെയാ മോനെ, പ്ലേറ്റ് കാണാൻ പറ്റില്ല, പ്ലേറ്റ് വിസിബിൾ അല്ല. ഇപ്പോൾ അവിടെ ഇട്ടിരുന്ന ബാൻഡേജിന്റെയും സ്ക്രൂസിന്റെയാണ്. അപ്പം 4 സ്ക്രൂസും 12 ബാൻഡേജും എനിക്ക് ആ സമയത്ത് ഉണ്ട്. അപ്പം ഞാൻ ഈ കഥ വന്ന് ഹൗസ് മേറ്റ്സിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സെന്റിമെന്റൽ സ്ഥാനം വർക്കൗട്ട് ആവും. ജനങ്ങൾക്കിടയിലേക്കും പറഞ്ഞാലും അങ്ങനെ വർക്കൗട്ട് ആവും. അപ്പൊ അതെനിക്കിത് വേണ്ട എന്ന് തോന്നിയിട്ടാണ് ഞാനിത് പറയാതെ ഹൗസിൽ നിന്നത്, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നത്.
ഞാൻ ഫസ്റ്റ് ലാലേട്ടൻ്റെ കൂടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ പിന്നീട് ഹൗസിൽ വന്നപ്പോൾ പറഞ്ഞിട്ടില്ല. ഭക്ഷണം കഴിക്കുമ്പം പല്ലിൻ്റെ ഇടയിൽ പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, അത് ഫ്ലഷ് ചെയ്ത് കളയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്താണ് അവസ്ഥ? ഈ പുറത്തൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കൊണ്ടു നടക്കുകയാണോ ചെയ്യുന്നത്? അതിൻ്റെ വണ്ടിയിലുണ്ടാവും. അതൊരു ഫ്ലഷ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സിറിഞ്ച് ആണത്. അപ്പോൾ അതുണ്ട്. അപ്പോൾ നമ്മൾ ഹോട്ടൽ റൂമിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ ഫ്ലഷ് അടിച്ച് കഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത് നമ്മളെ നോട്ട് ചെയ്യും. അപ്പം എനിക്ക് തന്നെ തോന്നി അങ്ങനെ അത് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറി. ഞാൻ വീട്ടിൽ ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടിയിലെടുത്ത് വെക്കും. ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് കാർ എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് വെള്ളം കുടിച്ച് ഞാൻ കാറിലിടുന്നുകൊണ്ട് അത് ചെയ്തിട്ട് തിരിച്ചു. അല്ലാണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ഋഷിയും റോക്കിയും അതുപോലെ തന്നെ സുരേഷ് ചേട്ടനൊക്കെ ആയിട്ട് നല്ലൊരു സൗഹൃദമായിരുന്നു. നിങ്ങളൊരു ടീം തന്നെ ഫോം ചെയ്തായിരുന്നു. അപ്പം ആ ഒരു ഗെയിം എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? ടീം ഫോം ചെയ്തതല്ല, ആക്ച്വലി അന്ന് ഞാനും മറ്റേ റോക്കിയും ആയിട്ട് നമ്മൾ ഏറ്റവും ആദ്യത്തെ വീക്ക് ഫസ്റ്റ് വന്ന ഒരു ക്യാപ്റ്റൻസിയിൽ നമ്മളൊരു പ്ലാൻ അവിടെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ പ്ലാൻ്റെ ബേസിലാണ് നമുക്ക് പിന്നീട് കുറേ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. പിന്നീട് നമുക്ക് ചില സൗഹൃദങ്ങൾ ഉണ്ടായി പോകുന്നതല്ലേ, നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഒന്നും ഉണ്ടാകുന്നതാണ്. നമ്മളിപ്പോൾ നമ്മുടെ അതേ വൈബുള്ള ആൾക്കാരായിട്ട് നമ്മൾ മിണ്ടി സംസാരിച്ച് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ആദ്യം ഋഷിയൊക്കെ ആയിട്ട് നമ്മൾ നല്ല കമ്പനിയായി. സുരേഷ് ഏട്ടൻ നമ്മളെക്കാളുമൊക്കെ മുതിർന്ന ഒരാളാണെങ്കിലും പുള്ളി നമ്മുടെ കൂട്ടത്തിൽ കൂടും. അപ്പോൾ സുരേഷ് ഏട്ടനായിട്ട് നല്ലൊരു ഫണ്ണായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് അവിടെ ഉണ്ടായി. ശരണ്യായിട്ട് നല്ല ഫണ്ണാകുന്നു. അർജുൻ, അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ വെച്ചിട്ടാണെങ്കിലും ഞാൻ എല്ലാവരായിട്ടും നല്ല സൗഹൃദത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഗെയിം മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. അപ്പോൾ ഞാൻ ആ സൗഹൃദം പ്ലസ് ഗെയിം എന്ന രീതിയിലാണ് ഏറ്റവും ആദ്യം തന്നെ മുന്നോട്ട് പോയിരുന്നത്. ഞാൻ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്, എനിക്ക് സൗഹൃദം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഞാനിവിടെ 100 days വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ്. ഒരു ഗെയിം എന്ന രീതിയിലാണ് ഞാൻ എല്ലാത്തിനെയും ആദ്യം കണ്ടിരുന്നത്. റോക്കിയുമായിട്ടുള്ളൊരു സൗഹൃദത്തിന് ചെറിയൊരു മാറ്റം വരുന്നത് താക്കോല് കാണാതെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്നു. ആ സ്ട്രൈക്ക് ചെയ്യാം എന്നുള്ളൊരു തോട്ട് റോക്കിയിലാണ് വന്നതെന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് സിജോ എടുത്തു എന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അങ്ങനെ ആയിത്തീർന്നു. ശരിക്കും ആ സ്ട്രൈക്ക് എന്നൊരു തോട്ട് ആരുടെ മനസ്സിലാവുന്നത്? അദ്ദേഹത്തിന് മനസ്സിലൊരു എന്താ പറയണ്ട, ഒരു തെറ്റിദ്ധാരണ തോന്നുന്നത് അപ്പോഴല്ല, അതിനു മുന്നേ ഉണ്ട്. പിന്നെ സ്ട്രൈക്കിന്റെ കാര്യം ഓൾറെഡി എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ രണ്ടാമത് കയറി ചെന്ന സമയത്ത് ഞാനത് ക്ലിയർ ചെയ്തിരുന്നു ആ കാര്യം. അപ്സരയും ഋഷിയും അത് ലൈവിലോ എപ്പിസോഡിലോ വന്നോന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ തിരിച്ചിറങ്ങിയിട്ട് ഇതുവരെ എപ്പിസോഡ്സ് ഒന്നും തന്നെ കണ്ടിട്ടില്ല. ഇതിലൊന്നും കണ്ടിട്ടില്ല. ചില ഫുട്ടേജ് ആൾക്കാർ അയച്ചു തരുമ്പോൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഓൾറെഡി ഞാൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്സരയെടുത്തും ഋഷിയെടുത്തും പുറത്ത് വെച്ച് തന്നെ ശ്രീരേഖ ചേച്ചി ഈ ഒരു താക്കോല് കാണുന്നത് ഇതൊരു കുഞ്ഞു കാര്യമാണ് അല്ലേ, ഇത് നമുക്ക് ഒരു ക്രെഡിറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റിന്റെ പുറകെ പോകേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഓൾറെഡി നമ്മൾ കണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഗ്യാങ്ങിൽ സംസാരിക്കുന്നു, റോക്കി ഉണ്ടായിരുന്നു ഒപ്പം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഞാനിത് ഓൾറെഡി ഋഷിയെടുത്തും അപ്സരയെടുത്തും പറഞ്ഞിട്ടുണ്ട്. അവർ ഓൾറെഡി ഞാൻ രണ്ടാമത് ചെന്നപ്പോൾ 45 ദിവസം കഴിഞ്ഞ് ഞാൻ ഹൗസിലേക്ക് എത്തിയ സമയത്ത് ഋഷിയും അപ്സരയും ഇത് ഓൾറെഡി മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്ത കാര്യമാണ്. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല സൗഹൃദങ്ങളിൽ ഒരാൾ റോക്കിയുടേതും ഒന്ന് ഋഷിയുടേതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ സൗഹൃദത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ആളല്ല ഞാൻ. എനിക്ക് അവിടെ വെച്ച് പുള്ളിയോട് ദേഷ്യമില്ല, കേസില്ല, പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഐ ലവ് യു എന്നൊക്കെ അവിടെ വെച്ച് വണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, സൗഹൃദത്തെ മാനിച്ചിട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പിന്നീട് ഇപ്പം ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ആ സൗഹൃദത്തിന് താല്പര്യമില്ല എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അന്ന് എൻ്റെ ഫിസിക്കൽ കണ്ടീഷനെ പറ്റി എനിക്ക് ഉത്തമമായിട്ടുള്ള ബോധ്യമില്ല. പക്ഷേ അദ്ദേഹം ചെയ്യേണ്ട ബേസിക് മര്യാദയുണ്ട്. ഞാൻ 28 ദിവസം ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ അവിടെ ചെന്നൈയിലും ആയിട്ട് ഒരുപാട് പെയിൻ അനുഭവിച്ച് നിൽക്കുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരങ്ങളും അത്രത്തോളം ബുദ്ധിമുട്ടിലൂടെ എന്നെ കാണാതെ, ഞാൻ എവിടെയാണെന്ന് അറിയാതെ, എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ അവർ ഓരോ ദിവസവും അവിടെ നീറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെടുത്ത് ഒരു ഫോൺ കോളിലൂടെ, നേരിട്ട് വേണമെന്നില്ല, നേരിട്ട് എൻ്റെ നാട്ടിൽ വരണ്ട, കാരണം എൻ്റെ നാട്ടുകാരുടെ സ്വഭാവം അറിയത്തില്ലായിരിക്കാം, പരിചയമില്ലാത്ത നാടാണ്, അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള പേടി ഉണ്ടാവും, മേ ബി എൻ്റെ വീട്ടുകാരെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള പേടി ഉണ്ടാവും. പക്ഷേ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നൊരു ആക്റ്റാണത്. ആ ആക്ട് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യവുമല്ല. അതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ വീട്ടിലേക്കൊന്ന് വിളിക്കാം മര്യാദയുടെ പേരിൽ. ഞാൻ ഇന്നലെ സംസാരിച്ച സമയത്ത് ഈ വിഷയമായിട്ട് എന്തായാലും നമ്മൾ സംസാരിക്കുമെന്ന് അറിയാം, റോക്കി വിഷയമായിട്ട് സംസാരിക്കുന്ന അറിയാം. അപ്പം ഞാൻ ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചു, റോക്കിനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ സിജോ ചേട്ടന് പേഴ്സണലി അത് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചെയ്തു, ഞാൻ റോക്കിയായിട്ട് സംസാരിച്ചു ഈ വിഷയമായിട്ട്, ഇതേ ക്വസ്റ്റ്യൻ റോക്കിയായിട്ട് സംസാരിച്ചു. റോക്കി എന്താ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. കേൾക്കുന്നതിന് കുഴപ്പമില്ല. ഹലോ, ഹായ്, ഞാൻ റോക്കിയാണ്. ഓക്കെ, എനിക്കറിയാം ഇത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണമെന്ന്. അല്ല, സിജോ ചേട്ടനുമായിട്ട് ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളീനെ നേരിട്ട് കാണുകയാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും സംസാരിക്കാനുണ്ടാവുക?
ഇല്ലില്ല, കോംപ്രമൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടോപ്പിക് ഒന്നും ഇവിടെ ഇല്ല. കോംപ്രമൈസ് ഒന്നുമില്ല. പിന്നെ എനിക്ക് അവൻ്റെ അടുത്ത് ഒരു പ്രത്യേകിച്ച് ഒരു പേഴ്സണലി ഉള്ള ഒരു ദേഷ്യമോ അല്ലെങ്കിൽ വൈരാഗ്യമോ ഇഷ്ടക്കുറവോ ഒന്നുമില്ല. അവൻ്റെ അടുത്ത് അതിനകത്ത് വെച്ചിട്ട് എൻ്റെ അടുത്തൊരു കാര്യം വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഞാൻ എന്തായിരുന്നാലും ഇവിടെ ആര് വന്നില്ലെങ്കിലും ഞാൻ നിന്റെ വീട്ടിലോട്ട് വരും, ഓക്കെ, എനിക്ക് അതൊക്കെ ഒന്ന് കാണണോളിയാ എന്ന് അവൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഞാൻ ആരെ വിളിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ വിളിക്കും, ഓക്കെ. അത് ഞാൻ ഇപ്പോഴും പറയുന്നത്, ഓക്കെ. എനിക്ക് അവൻ്റെ അടുത്ത് ഒരു ദേഷ്യമില്ല. അവനെ എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലോട്ട് സ്വാഗതം. പിന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരണമെന്നേ ഉള്ളൂ. ഓക്കെ, ആളെയാ ഞാൻ വരുന്നുണ്ട്, വീട്ടിലോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നത്, അതിനകത്ത് വെച്ച് സംഭവിച്ചു പോയത് അതൊരു ആക്സിഡന്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. വേറെ ആൾക്കാർ എങ്ങനെ വേണമെങ്കിലും കണക്കാക്കിയോട്ടെ. പർപ്പഫുള്ളി എന്ന് എനിക്ക് ചെയ്ത് അങ്ങനെ ഇത്രയും വലിയൊരു ലോസ് എനിക്ക് ഉണ്ടാക്കാനൊന്നും ഒരിക്കലും ഞാൻ നിൽക്കത്തില്ല. അത് സംഭവിച്ചു പോയി. അതിന് ഞാൻ അവിടെ വെച്ച് ക്ഷമ പറയുകയും അവൻ അത് സ്വീകരിക്കുകയും അവൻ അവിടെ വെച്ച് അടിയാൻ എൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല, ഐ ലവ് യു എന്ന് പറയുകയും ചെയ്തു. ഞാൻ ഐ ലവ് യു ടു എന്ന് പറഞ്ഞു. ഒരു വിഷമവുമില്ല, എനിക്ക് ഒരു ദേഷ്യവും ഇല്ല, എനിക്ക് ആരുടെ പകയില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല. ഞാൻ അവനെ വെൽക്കം ടു മൈ ഹോം. ശരി, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഉള്ളിലായിരുന്ന സമയത്ത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പുള്ളി അവിടെ ബിഗ് ബോസിനുള്ളിൽ റെസ്റ്റ് ചെയ്യായിരുന്നു. ആ സമയത്ത് ശരിക്കും റോക്കി എന്ന വ്യക്തിക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അത്രയും വേദനിച്ചിരിക്കുന്ന ഫാമിലിനെ അമ്മേനെയോ അച്ഛനെയോ ആരെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിക്കുമോ, അവരൊന്ന് നേരിട്ട് കാണുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമായിരുന്നു. അത് കുറച്ചും കൂടെ ഒന്ന് ആശ്വാസമായേനെ എന്ന്. എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തില്ല? അണ്ടർസ്റ്റുഡ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ സിമ്പിൾ. ഐ ആം ആൾസോ ഹർട്ടിങ് ദ മൂമെന്റ്, ഓക്കെ. എനിക്ക് ഞാൻ അവിടെ നിന്ന് 100 ഡേയ്സിന് വേണ്ടി ഞാൻ അവിടെ പോയതാണ്. അതുപോലെ തന്നെ ഞാൻ 6 years മൈ ഡ്രീംസ്, അപ്പൊ ഇതെല്ലാം ബ്രേക്ക് ആയിട്ട് ഞാൻ തിരിച്ചു വരികയാണ്, ഓക്കെ. അപ്പൊ എന്റെ മെന്റലി ഉള്ള എന്റെ കണ്ടീഷൻ എന്തായിരിക്കും? വാട്ട് യു തിങ്ക്? ഐ ആം എ റോബോട്ട് ഓർ ഹ്യൂമൻ? അല്ല, അത് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മെന്റലി നിങ്ങൾ ഹെൽത്തായി. പക്ഷെ സിജോ എന്ന വ്യക്തിക്ക് ലൈഫ് ലോങ് ഫിസിക്കലി ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. സെക്കൻഡ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അച്ഛനെയും അമ്മയെയും ഫ്രണ്ട്സിനെയും വിളിച്ച് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ അവരെടുത്ത് ആരെ എനിക്ക് അറിയത്തില്ല, ഓക്കെ. എനിക്ക് സിജോയെ മാത്രമേ എനിക്ക് അറിയാന്നുള്ളൂ. അപ്പൊ അവൻ ഇറങ്ങിയിട്ട് ഒരു പ്രോപ്പർ ഒരു മൂവ്മെന്റ്, അപ്പൊ ഞാൻ അത് പ്ലാൻ ചെയ്യുന്നു. ഞാൻ ആൻസിബയായിട്ട് അത് സംസാരിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസിബയെ വിളിച്ച് ചോദിക്കാം ഞാൻ എന്താണ് ആൻസിബയുടെ അടുത്ത് പറഞ്ഞതെന്നും അവൾ എന്താണ് എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞു നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. ഇത് മറ്റേ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ അഭിപ്രായം കൃത്യമായിട്ട് അറിയാമല്ലോ. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, മെന്റലി അദ്ദേഹം ബ്രേക്കാണ്. ഓക്കെ, ബ്രേക്ക് ആയിക്കോട്ടെ. ഹൗസിൽ നിന്ന് ഇറങ്ങുന്നു. പുള്ളി ഇപ്പോൾ 6 വർഷം ഇതിനു വേണ്ടി പരിശ്രമിച്ചു എന്നൊക്കെയാണ് എവിടെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. 6 വർഷമോ 6 മാസമോ അല്ലെങ്കിൽ 60 വർഷമോ ആയിക്കോട്ടെ. ഞാനൊരു സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കാം. അപ്പം അദ്ദേഹം ഇപ്പോൾ അവിടുന്ന് ഇങ്ങനൊരു ആക്ട് സംഭവിച്ചു, അവിടുന്ന് എവിക്റ്റായി പുറത്ത് വരുന്നു. ഞാൻ 28 ദിവസം മാറി നിൽക്കുന്നു. എനിക്ക് ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവുന്നു. സ്റ്റിൽ ഇപ്പോഴും എനിക്ക് ആ കണ്ടീഷൻസ് കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതുവരെ ഇതിന്റെ കേസ് ഒന്നും തന്നെ റോക്കിക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും നടന്നിട്ടില്ല, ശരിയല്ലേ? അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കോടതി പോവുകയോ സ്റ്റേഷനിൽ പോകേണ്ട അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. അടുത്ത സീസണിൽ വരുന്ന വേറൊരാൾ ചിന്തിക്കുകയാണ്, ഇതേപോലെ ഒരുത്തിനെ വന്ന് തല്ലി ഒരാഴ്ച കൊണ്ടൊരു ഫെയിം ഉണ്ടാക്കി പുറത്തിറങ്ങിയാലും കേസും ഉണ്ടാവത്തില്ല, കോടതിയിലും പോകണ്ട, സ്റ്റേഷനിലും പോകണ്ട, അതുകൊണ്ട് എന്ത് വൃത്തികെട്ട് കാണിച്ചാലും എനിക്ക് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റും. അത് ശരിയല്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം കേസ് കൊടുക്കണം. തീർച്ചയായിട്ടും ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേസ് കൊടുക്കും. ഞാൻ അവിടെ വെച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കേസ് ഇല്ല. കാരണം കേസ് ഇല്ല എന്ന് ഞാൻ പറയാൻ അത് റീസണും ഉണ്ട്. എനിക്ക് എൻ്റെ ഫിസിക്കൽ കണ്ടീഷനെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു കേട്ടു സിജോ നന്മമരം കളിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് നന്മമരം എൻ്റെ ഹെൽത്ത് വെച്ചിട്ട് പേഴ്സണലി എന്നെ വെച്ച് എനിക്ക് ഒരിക്കലും നന്മമരം കളിക്കേണ്ട ആവശ്യമില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് 100 ദിവസം ഒരു ഷോ മാത്രമാണ്. അതിനുശേഷം എനിക്ക് എത്രയോ വർഷങ്ങൾ എനിക്ക് ജീവിക്കേണ്ടതാണ്, ശരിയല്ലേ? അപ്പോൾ എനിക്ക് എന്നെ വെച്ചിട്ട് ഒരിക്കലും നന്മമരം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ 2ാമത്തെ തവണ വന്നപ്പോഴത്തേക്കുമാണ് എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ പൂർണ്ണമായിട്ട് തിരിച്ചറിയുന്നത്. അതിനുശേഷം 100 ഡേയ്സ് ഞാൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണ് ഇദ്ദേഹം ചെയ്ത ചേഷ്ടകളെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നു ദേഷ്യമില്ല, കുഴപ്പമില്ല. ഞാൻ പിന്നീട് കാണുന്നത് പുള്ളിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതിൽ ആഘോഷിക്കുകയാണ്. പുള്ളി ഒരു മാസമായിട്ട് അതിനെ കാണുന്നത്. മുഹമ്മദ് അസി എന്ന് പറയുന്ന പുള്ളീനെ KGF സിനിമ കണ്ടപ്പോൾ പുള്ളി മുഹമ്മദ് അസി റോക്കി എന്നുള്ളത് പുള്ളി സ്വന്തമായിട്ട പേരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ഒഫീഷ്യൽ നെയിമായിട്ട് ഞാൻ കാണുന്നില്ല. അതായത് അതേപോലെ പുള്ളി ആ പേരിട്ട പോലെ തന്നെ ഒരു ആഘോഷമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അതൊരിക്കലും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല. വേറൊരു കാര്യമുണ്ട്. ഇപ്പം 2 സൈഡിൽ ഇപ്പം പറയുന്നു സിജോയ്ക്ക് ലൈഫിൽ ഉണ്ടായത് ഭയങ്കര നഷ്ടമാണ്, അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം അവിടെ ഡ്രോപ്പ് ആയിപ്പോയി. പക്ഷെ 2 സൈഡിലും 2 പേരും കംപ്ലൈന്റ് ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെ പറയുന്നു നമ്മൾ സ്നേഹം മാത്രമാണെന്ന് ഞാൻ പറയുന്നത് ഇവിടെ വെച്ചാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ,
എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് എനിക്ക് ഓപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു, എൻ്റെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ അതൊക്കെ ഞാൻ പിന്നീടാണ് ഞാൻ അറിയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആ സമയത്ത് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നെങ്കിൽ ഞാൻ ആ രീതിയിൽ മൂവ് ചെയ്തേനെ. പക്ഷേ അതിനുശേഷം എവിടെയും പറഞ്ഞിട്ടില്ല. എന്തായാലും അതാ ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. കാരണം ഞാൻ പ്രതികരിക്കാതെ ഇരുന്നത് പ്രശ്നങ്ങൾ വേണ്ടെന്ന് ഓർത്തിട്ടാണ്. പക്ഷെ പിന്നീട് ഇത്രയും ആഘോഷമാക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോഴും പുള്ളി പറയുന്നത് എന്തിനാണ് അത് ചെയ്യേണ്ടത്, അതൊരു ബേസിക് മര്യാദയാണ്. അദ്ദേഹം അത് ചെയ്ത് കണ്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ആഘോഷിക്കുന്നതാണ് ഞാൻ പിന്നീട് കണ്ടിട്ടുള്ളത്. ആഘോഷിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു മണ്ടനായി പോകുന്നൊരു അവസ്ഥയാവും. ഹൗസിൽ വെച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആൾക്കാർ കാണുന്ന പ്ലാറ്റ്ഫോമാണ്. അവിടെ എനിക്ക് ഒരിക്കലും റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ ഞാൻ ചെയ്യേണ്ട മര്യാദയാണ് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇത് അദ്ദേഹം ഒരു ആഘോഷമാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹെൽത്ത് എനിക്കിപ്പോൾ ഈ വരുന്ന വ്യാഴാഴ്ച എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഞാനൊരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് പിന്നീട് ഇത് മാത്രമായിട്ട് ബന്ധപ്പെട്ടല്ല, അല്ലാണ്ട് തന്നെ എനിക്ക് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ഹൗസിലേക്ക് എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഒരു ഡേ തന്നെ 10-12 മെഡിസിൻസ് ഉണ്ടായിരുന്നു. അപ്പം അത്രയും വീക്ക് ആയതുകൊണ്ട് ഒരു മെഡിക്കൽ ചെക്കപ്പ് എനിക്ക് ആവശ്യമാണ്. എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് കൃത്യമായിട്ട് എനിക്ക് അത് നോക്കാനായിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അത് ആരോടുള്ള ദേഷ്യം കൊണ്ടല്ല, കാരണം അത് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇപ്പം ഞാൻ ഇപ്പോഴും ഞാൻ കേസ് കൊടുക്കണമെന്ന് 100% അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതൊരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാനുള്ള സാധ്യത, കാരണം ഞാൻ പറഞ്ഞില്ല മോനെ, കാരണം പുള്ളി ഒന്നും ചെയ്യണ്ട, മിണ്ടായിരുന്ന എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അതൊരു ആഘോഷമാക്കി മാറ്റുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, പുള്ളി പറഞ്ഞല്ലോ പുള്ളിയുടെ വീട്ടിലേക്ക് ഞാൻ എന്തിനാണ് പുള്ളിയുടെ വീട്ടിൽ ഇനി പോകുന്നത്. പുള്ളി പറയുന്നത് ഹൻസിബയായിട്ട് ഞാൻ സംസാരിച്ചു ഈ വിഷയം ബന്ധപ്പെട്ട്. ഹൻസിബ എൻ്റെ സൈഡ് കേട്ടതിന് ശേഷം ഹൻസിബയും പിന്നീട് ഒന്നും പറഞ്ഞില്ല സിജോയെ വീട്ടിൽ. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള പലരുമായിട്ട് സംസാരിച്ചപ്പം പുള്ളി പറയുന്ന കാര്യങ്ങൾ കൺവിൻസ് ആയി എന്നാണ്. ഞാൻ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹൻസിബയായിട്ട് ഒരു കോൺടാക്റ്റും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എന്തിനാണ് ഈ വിഷയത്തിൽ മറ്റുള്ള ആൾക്കാർ കൺവിൻസ്ഡ് ആയല്ലോ എന്ന് ഞാനിത് അന്വേഷിക്കുന്നത്. ഞാൻ പ്രൊവോക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. മേ ബി അതൊരു കൈൻഡ് ഓഫ് പ്രൊവോക്കിംഗ് തന്നെ ആയിരിക്കാം. തീർച്ചയായും അത് ആ ഹൗസ് ചെയ്യേണ്ട കാര്യമാണ്. എത്രയോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയോ പ്രൊവോക്കിംഗ് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പം എല്ലാവരും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഹൗസിനുള്ളിൽ നിൽക്കുന്നവർ പറയുന്നുണ്ട്, ഒരു വ്യക്തിയുടെ മൂക്കിന്റെ തുമ്പിൽ എത്തുന്നിടം വരെയാണ് അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. പക്ഷേ സിജോ എന്ന വ്യക്തി അവിടെ ചെയ്തത് ഒരു വ്യക്തിക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെ, അതായത് ഷോൾഡറിൽ കൈ വെക്കുക എന്നുള്ളതും താടിയിൽ പിടിക്കുക എന്നുള്ളതും ആ ലിമിറ്റ് എന്റെ താടിയിലും കൈ വെച്ചിട്ടില്ലേ? താടിയിൽ കൈ വെച്ചു എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ താടി കൈ വെക്കുന്നില്ല, കുണുവാവെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം തിരിച്ച് താടിയിൽ ഇങ്ങനെ വലിക്കുക ചെയ്തിട്ടുള്ളത്. നീ എന്നെ തൊടുന്ന് പറയുന്ന സമയത്ത് കൈ വെച്ചു, ആ മൊമെന്റിലാണ് ഇടി വന്നത്. അതെ തീർച്ചയായിട്ടും. അപ്പം ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് അങ്ങനത്തെ പ്രവൃത്തി അവിടെ ഇല്ല ഞാൻ ചോദിക്കട്ടെ. അദ്ദേഹം എനിക്ക് പറയാണ് തുടരാന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ തൊടാനുള്ള റൈറ്റ് ഉണ്ട്, തൊടാനുള്ള റൈറ്റ് ഹൗസിലുണ്ട്. തുടരുതെന്നാണ് പറയുന്നത്, നമ്മൾ തൊടാതെ നിൽക്കാം. അദ്ദേഹം എനിക്ക് പറഞ്ഞു തുടരാന്നാണ് പറയുന്നത്. ആ വാദം അതുകൊണ്ട് എന്താണ് ദേഷ്യപ്പെട്ട അതാ ഞാൻ പറഞ്ഞേ. ആ ഗെയിം ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതേ വ്യക്തി തന്നെ ജാസ്മിനും ഗബ്രിയോടെ പ്രൊവോക്ക് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഇതിൽ പോയി ഇടിച്ചേ? പ്രോപ്പർട്ടിയിലാണ് പോയി ഇടിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് അപ്പൊ പ്രോപ്പർട്ടിയിൽ ഇടിക്കാനായിട്ട് അദ്ദേഹത്തിന് അറിയാം. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ BBയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ പൂർണ്ണമാക്കിയിട്ടാണ് നമ്മൾ ഇവിടേക്ക്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ബുദ്ധിയും വിവേകമുള്ള ആൾക്കാരായിരിക്കും, ബോധമുള്ള ആൾക്കാരായിരിക്കും അതിലേക്ക് വരിക. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഞാനൊരു അഹങ്കാരിയാണ് ജാടയാണെന്ന് വിചാരിക്കരുത്. കാരണം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് തന്നെ പറയണം. ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളോടെയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ആര് അവിടെ മത്സരിക്കാൻ വേണ്ടി വന്നാലും അവരെല്ലാവരും പാലിക്കുന്ന ഒരു ബേസിക് മര്യാദയും ഒരു ബൗണ്ടറി ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ പോകില്ല എന്നുള്ള ഉറപ്പിലാണ് നമ്മൾ ഹൗസിൽ നിൽക്കുന്നത്. ഇപ്പം എന്നെക്കാൾ ശക്തനായിട്ടുള്ള ഇപ്പം നമ്മൾ ഈ സീസണിൽ ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തി നമ്മുടെ ജിൻഡോ ബ്രോയാണ്. ജിൻഡോ ബ്രോ ഒരിക്കലും 2-3 ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫിസിക്കലി മത്സരിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല. നമുക്കുള്ള ഉറപ്പെന്താണ്? ഇപ്പോൾ അവിടെയുള്ള ഇപ്പം ലേഡീസ് ആയിട്ടുള്ള ഒരുപാട് മത്സരാർത്ഥികളവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ ടോപ്പ് 5 ഉണ്ടായിരുന്ന ജാസ്മിൻ ഉൾപ്പെടെ ജിൻഡോ ബ്രോയ്ക്കെതിരെ ഒരുപാട് സമയം മത്സരിച്ചിട്ടുണ്ട്. ജാസ്മിൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരു ഉറപ്പുണ്ട്, നമ്മൾ എത്ര വെർബലി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്താലും, നമ്മൾ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റ് ടാസ്കിനിടയിൽ മത്സരിച്ചാലും ഫിസിക്കലി നമ്മൾ അവരൊന്നും ചെയ്യില്ല. അത് നമ്മുടെ ഈ ഷോയുടെ നമുക്ക് കിട്ടുന്നൊരു ബലമാണ്. കാരണം നമ്മൾ അങ്ങനെ ഈ ഷോ മുന്നോട്ട് പോകുന്ന അങ്ങനെയാണ്. അവിടെ കത്തി ഇരിപ്പുണ്ട്, കടാരി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഒരാൾ നാളെ എടുത്ത് കുത്തിയിട്ട് ഞാൻ ഒരു നിമിഷം കൊണ്ട് അങ്ങ് ചെയ്തു പോയതാണേ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ ആ പാലിക്കേണ്ട മര്യാദ അയാൾ ചെയ്യുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം ബിഗ് ബോസ് എത്രയോ തവണ ആൾക്കാരുടെ പേര് വിളിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട്, നിങ്ങൾ മതി എന്ന് പറയാം. അതിനുശേഷമാണ്. അപ്പം ഈ ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ അന്തിമ തീരുമാനം എപ്പോഴും ബിഗ് ബോസിന്റെ ആണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്തതല്ല. നേരത്തെ മോൻ ചോദിച്ചല്ലോ, ക്യാപ്റ്റൻസി ടാസ്കിനിടയിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് എടുക്കുന്ന വിഷയമോ,
ഞാൻ പറഞ്ഞല്ലോ ക്രെഡിറ്റ് എടുക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഞാനാണ് ആദ്യം സംസാരിച്ചെന്നുള്ളത് ഹൗസ് മേറ്റ്സിന് അറിയാം. അപ്സരയ്ക്കും ഋഷിക്കും അത് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ആദ്യം ആരാണ് പറഞ്ഞതെന്നുള്ളത്. വേണമെങ്കിൽ അപ്സര ഇപ്പോൾ വിളിച്ച് ചോദിക്കാം, എൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. വട്ട പറിച്ചത്. അപ്പോൾ അതിന് മുന്നേയുള്ള ഓരോ കാര്യങ്ങളാണെങ്കിലും ഉണ്ടല്ലോ മോനെ, ഇപ്പം പുള്ളിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതായത് പുള്ളിനെ ഓരോ ആൾക്കാർ അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു, കുത്തിത്തിരിപ്പുണ്ടാക്കി വെക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വൈരാഗ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ അവിടെ വന്ന് പരിചയപ്പെട്ടാണ്. പുള്ളി തന്നെ പറഞ്ഞു എനിക്ക് സിജോനെ പരിചയം അവിടെ വെച്ചിട്ടാണ്. അല്ല, സിജോനെ എനിക്ക് പരിചയമുള്ളത്. സിജോനെ പരിചയം അവിടെ വന്നിട്ടല്ലേ. അങ്ങനെ എനിക്കില്ല. ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ആരുടെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നന്നായിട്ട് ഗെയിം കളിച്ചിരുന്ന, അദ്ദേഹം നല്ലൊരു ഗെയിമറാണ്, ടോപ്പ് 5 വരെ എത്തേണ്ട ഒരാളായിരുന്നു. ആ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഇപ്പോഴും എനിക്ക് എന്താ പറയുക ഒരു പകയോ അങ്ങനെയൊന്നുമല്ല എനിക്കുള്ളത്. ഇപ്പം എനിക്ക് അദ്ദേഹത്തിനെ മറ്റെന്താ പറയണ്ടേ വൈരാഗ്യ ബുദ്ധിയിൽ ഞാൻ പെരുമാറുന്നത് അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്, ഇറങ്ങിക്കഴിഞ്ഞുള്ള ചേഷ്ടകളാണ്. പുള്ളി നല്ലൊരു ഗെയിമറായിരുന്നു. പുള്ളി പല കാര്യങ്ങൾ പറയുമ്പോഴും പഠിച്ച് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 10 തരത്തിലുള്ള ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് ഈ അച്ചം 80 അങ്ങനെ എന്തൊരു സാധനം. അപ്പോൾ അങ്ങനെയുള്ള ഡയലോഗ്സ്, പിന്നെ എന്ത് പറഞ്ഞാലും മറ്റേ ഈ റോക്കി അതാണ് എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ ഈ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നിന്നെ തുരത്തി അടിക്കും. പിന്നെ ഞാൻ പറഞ്ഞു ഇത് സാബു ചേട്ടൻ ഫസ്റ്റ് സീസണിൽ പറഞ്ഞ ഡയലോഗാണ്. പിന്നെ അതേ മൊമെന്റ് തന്നെ പിന്നീട് അപ്സരയോട് പറയുകയുണ്ടായി, ഞാന് റോക്കി നിൽക്കുന്നിടത്താണ് കൂട്ടം. ഞാൻ പറഞ്ഞു ഇത് സീസൺ 5 അഖിൽ മാരാർ പറഞ്ഞ ഡയലോഗാണ്. അപ്പം പുള്ളി ഇതൊക്കെ ഇങ്ങനെ പഠിച്ച് പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം അതൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ പഠിച്ച് പറയാണ്ട് ഡയറക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് കഴിഞ്ഞിട്ട് അതൊക്കെ പ്രൊവോക്കിംഗ് തന്നെയായിരുന്നു കേട്ടോ, എൻ്റെ പ്രൊവോക്കിംഗ് തന്നെയായിരുന്നു. അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇത്രയും വലിയ ആക്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഇപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞിരുന്നു 56 58 സീസണിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ 1000 മത്സരാർത്ഥികൾ 50 സീസണിൽ വെച്ച് പങ്കെടുത്തിട്ടുണ്ടാവണം ചുരുങ്ങിയത്. ഈ 1000 മത്സരാർത്ഥികളും ചെയ്യാത്തൊരു കാര്യം ഇദ്ദേഹം ചെയ്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നത്. അപ്പോൾ 1000 പേർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റി. അപ്പം ആ കൺട്രോളാണ് ഇയാൾക്ക് ഇല്ലാത്തത്. ഇത്രയും ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള വ്യക്തി പിന്നെ എന്തിന് രണ്ടാമത് തിരിച്ചു വന്നു? ഇപ്പൊ ആരുടെ തീരുമാനമായിരുന്നു തിരിച്ച് രണ്ടാമത് കയറി വരാം എന്നുള്ളത്? എൻ്റെ തീരുമാനമായിരുന്നു. ഞാനാണ് നിർബന്ധം പിടിച്ചത്. ഞാൻ നിർബന്ധം പിടിക്കുന്നത് എനിക്ക് പുറത്തെ കാര്യങ്ങൾ എനിക്കറിയില്ലല്ലോ മോനെ എന്താ സംഭവം. കാരണം ഞാൻ കണ്ടിട്ടുള്ള ബിഗ് ബോസിൽ മലയാളത്തിൽ എപ്പോഴും അതായത് ഇതിനു മുമ്പ് ഇതേപോലെ ഫിസിക്കൽ അസോൾട്ടിലൂടെ പുറത്തു പോയിട്ടുള്ള ആൾക്കാരിൽ അത് എൻ്റെ പോലെ അല്ല, കുറച്ചുകൂടെ വേറൊരു രീതിയിലാണല്ലേ. അപ്പം അതിൽ ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴും ആരാണോ പുറത്തു പോയത്, ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായി പുറത്തു അതായത് കാരണക്കാരനായ വ്യക്തി പുറത്ത്, അവർക്കായിരിക്കും എപ്പോഴും പുറത്തൊരു പിന്തുണയുള്ളൂ. അപ്പം എൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല എന്താ സംഭവം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നീട് എനിക്ക് ഗെയിം കളിക്കണമെന്നുണ്ട്. എനിക്ക് ഈ ഗെയിം ഭയങ്കര ഇഷ്ടമാണ്, ഈ പ്ലാറ്റ്ഫോം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ കിട്ടിയ നിലവിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവിടേക്ക് എനിക്ക് തിരിച്ചു വരണമെന്ന് എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ഒരുപാട് വാശി പിടിച്ചു. അവരെനിക്ക് പറഞ്ഞു ഫിസിക്കലി സിജോക്ക് പറ്റില്ല. എൻ്റെ വാശിയായിരുന്നു എനിക്ക് തിരിച്ച് വരണമെന്നുള്ളത്. അതെന്തോ എനിക്ക് തോന്നി തിരിച്ചു വരണമെന്ന് തോന്നി. അങ്ങനെ ഞാനായിട്ട് തന്നെയാണ് വരണമെന്ന് ആഗ്രഹിച്ചതും വാശി പിടിച്ചതും. പിന്നീട് തിരിച്ചു കയറുമ്പോഴാണ് നന്ദന, സായി, സിജോ എന്നുള്ളൊരു സൗഹൃദം അവിടെ ഫോം ചെയ്യണത്. എങ്ങനെയായിരുന്നു ആ സൗഹൃദം? എങ്ങനെയാണ് വന്നുപെട്ടത്? ആ സൗഹൃദം ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ഉണ്ടാക്കുന്നതല്ല, എല്ലാം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് സൗഹൃദങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ സഹോദര ബന്ധങ്ങളും സൗഹൃദങ്ങൾ എപ്പോഴും ഞാനതിൽ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ആളാണ്. ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും പേര് പറയേണ്ടി വരും. അപ്പോൾ എനിക്ക് ആ ഫിസിക്കൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് നമ്മുടെ ഹോട്ടൽ ടാസ്കിനിടയിൽ നമ്മുടെ സാബു ചേട്ടനും ശ്വേത ചേച്ചിയും വന്ന ആ ദിവസം, അന്ന് എനിക്ക് രാവിലെ ഒരു പ്രോബ്ലം ഉണ്ടായി. കാരണം എനിക്ക് പെട്ടെന്ന് എനിക്കിവിടെ പസ്സിങ്ങനെ വന്നിട്ട്, അതായത് ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത് നേരെ ബാത്റൂമിലേക്ക് ഓടിപ്പോകും, ടോയ്ലറ്റിലേക്ക് പോകും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഞെക്കി എൻ്റെ പസ് കളഞ്ഞിട്ട് ഞാൻ തുപ്പിക്കളയും. ഇതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. മോർണിംഗ് അവിടെ ഡാൻസ് ആയിരിക്കും. അപ്പോൾ ആരും എന്നെ നോട്ട് ചെയ്യത്തില്ല, എനിക്ക് പെട്ടെന്ന് ഇത് പൂർത്തിയാക്കാം. അപ്പോൾ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോഴത്തേക്ക് എൻ്റെ തുറയുന്നില്ല. ഇങ്ങനെ ഇത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പ്രോബ്ലമായി. കാരണം തുറന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായി. നീര് വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വീർത്തിരുന്നു. അപ്പം അവർ വന്നിട്ട് എന്നെ നമ്മുടെ വീട്ടിൽ ആരും അവിടെ ഇല്ല, അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല. പക്ഷെ എനിക്ക് എൻ്റെ സഹോദരങ്ങളെ പോലെ എന്നെ അവർ അതായത് എന്താ പറയണ്ടേ, എനിക്ക് ഗുളിക കൊണ്ടു തരുന്നു, എൻ്റെ കണ്ടീഷൻസിനെ പറ്റി അവർ ക്യാമറ പോയി പറയുന്നു, എന്നോട് ചോദിക്കുന്നു. അപ്പം ഞാൻ സ്ട്രഗിൾ ചെയ്ത ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര മെൻ്റലി അവരുടെ ഞാൻ ഭയങ്കര ക്ലോസ് ആയി. മോശം സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ എനിക്ക് കിട്ടിയ 2 സഹോദരങ്ങളാണ് അവർ. നന്ദനയ്ക്ക് ഈ മണി ബാഗ് വേണം എന്നുള്ളതിനെ പറ്റിയായിരുന്നു നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം സായി എടുത്തു പോരുമ്പം പ്രഷറെല്ലാം വിചാരിച്ചത് നന്ദനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് എന്നുള്ളതാണ്. അപ്പം സായി അതിനൊരു ക്ലാരിറ്റി വന്നോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കൺവിൻസിങ് അല്ലാത്ത രീതിയിലൊരു
സാധനം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം സിജോ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ നന്ദന എന്ന വ്യക്തിനെ നിങ്ങൾ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ചേർത്ത് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അവിടെ കാണിച്ച ആ ഒരു സ്നേഹവും ആ ഒരു ചേർത്ത് പിടിക്കലൊക്കെ ഉണ്ടല്ലോ, ഐ മീൻ ഒരു സഹോദരി എന്ന രീതിയിലാണ് നമ്മൾ അവരെ കണ്ടിട്ടുള്ളത്. സായിക്കും അങ്ങനെ തന്നെയാണ്, സായി എൻ്റെ ബ്രദറാണ്. അപ്പം അത് എപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടത് പെങ്ങളൂട്ടിക്കൊരു വീട് എന്നുള്ളതാണ് ഈ ഏട്ടന്മാരുടെ ആഗ്രഹം, അല്ലെങ്കിൽ ഏട്ടന്മാർ അതിനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം എങ്ങനെയായിരിക്കും പെങ്ങളൂട്ടിക്കൊരു വീട് എന്നുള്ള സാധനം നിങ്ങളത് ചെയ്ത് കൊടുക്കോ? പക്ഷെ ആ കുഞ്ഞിനൊരു വീട്, സ്ഥലം, അവർ നന്നായിട്ട് ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ ഇപ്പോൾ പെങ്ങളൂട്ടിക്കൊരു വീട് എന്നുള്ളത് പുറത്തെങ്ങനെയൊക്കെ വന്നൊരു ഇതാണ് പിന്നീടതൊക്കെ. പക്ഷേ എന്നാൽ തന്നെയും നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം അതിയായിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ട്. കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം ജീവിതം ഇങ്ങനെ അടിച്ചുപൊളിച്ച് പോകുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീണ്ടും ഞെട്ടിയൊരു സാധനം ജീവിതത്തിലെ പ്രണയത്തിനെ പറ്റിയാണ്. പ്രണയിനെ നമ്മൾ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടിരിക്കുന്നു. സായി എനിക്കൊന്നൊരു പണിയാണ്. അതെ. അപ്പം പ്രണയിനെ പറ്റി പറയൂ. എന്താണ് പേരെന്താണ്, ആൾ എന്ത് ചെയ്യുന്നു, എന്താ കല്യാണം? ഇല്ല മോനെ, അങ്ങനെ കല്യാണത്തിന് ഡേറ്റ് ഒന്നും എടുത്തിട്ടില്ല. ആക്ച്വലി അതിൻ്റെ അങ്ങനെ ഒരു കൺഫേം ആയിട്ട് ഡേറ്റും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അവരുടെ പേര് ലിനു എന്നാണ്, കോട്ടയം ചങ്ങനാശ്ശേരിയാണ് സ്ഥലം. പിന്നെ എങ്ങനെയാ കണ്ടുപിട്ടിയേ പ്രണയം സ്റ്റാർട്ട് ചെയ്തത്? ആരാണ് ആദ്യം പ്രണയം തുറന്നു പറഞ്ഞത്? അതൊക്കെ പിന്നീട് അവസരത്തിൽ പറയാം. ഞങ്ങൾ 5 വർഷമായിട്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ഏറ്റവും ആദ്യം. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഏറ്റവും എന്താ പറയുക, ഞാൻ പുള്ളിക്കാരത്തെ പരിചയപ്പെട്ട് പിന്നീട് ഞാൻ ഭയങ്കര ഒരു മോശം അവസ്ഥയിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, ഞാൻ ഹൗസിൽ വെച്ച് ഞാനിത് പറഞ്ഞിട്ടുണ്ട്, എന്നെ അവിടുന്ന് പൊക്കിയെടുത്ത ആളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് എപ്പോഴും നമുക്കുണ്ടാവും. സ്നേഹം മാത്രമല്ല, ഒരു റെസ്പെക്റ്റും ഉണ്ട്. അതാണ് എപ്പോഴും ഞാൻ കീപ്പ് ചെയ്ത് പോകുന്നത്. പിന്നെ അതിനൊരു സ്റ്റോറിയൊക്കെ ഉണ്ട്, നമുക്ക് പിന്നീട് അവസരത്തിൽ എൻ്റെ കഥ പറയാം. അതൊരു അവസരം ഞങ്ങൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്നിരുന്നാലും ഇനി മുന്നോട്ട് നല്ലത് സംഭവിക്കട്ടെ, എല്ലാം നല്ലതിനാവട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇനി ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷനായി ടെൻഷൻ അടിക്കേണ്ട. SMET, the complete solution for your educational enquiries.